അയ്യോ പ്ലീസ് ആമി, അത് വേണ്ട, കുറച്ച് കൂടി പോകും. കൂടി പൊട്ടക്കണ്ണാടി, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. ഇപ്പതാ അയാളെ കുതിരയെ നോക്കി എന്തോ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. അയാൾക്കിട്ടൊരു താങ്ങ് താങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി, എടി നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരയുന്നു, മുത്തശ്ശ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞാ മതി. വാ, കം ഓൺ. അയ്യോ ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, ബാത്റൂമിലെ പാമ്പ്. അയ്യോ ആരെങ്കിലും ഓടി വരണേ, പാമ്പ് പാമ്പ്. പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാന്നാ, പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും, ബെത്ലഹേം ഡെന്നിസ്. കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, അയാള് ബാത്റൂമില്. മുത്തച്ഛാ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, മുത്തച്ഛാ ഓടി വരണേ, ആമി കരയുന്നു, ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ ഓടി വരണേ, മുത്തച്ഛാ മുത്തച്ഛാ, അയ്യോ എന്നെ കേറി പിടിച്ചാ. അയ്യോ പിടിച്ചല്ല, ഞാൻ ആരെങ്കിലും ഓടി വരണേ. ആമിക്ക് എന്ത് പറ്റി? മുത്തച്ഛാ ഓടി വരണേ, മുത്തച്ഛി ഓടി വരണേ, മുത്തച്ഛാ ഓടി വരണേ. അയ്യോ എന്താ ഡെന്നിസ്, എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ. മുത്തശ്ശാ, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തശ്ശ. എന്നിട്ട് എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു മുത്തശ്ശി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. കള്ളം. ആരെങ്കിലും കയറി നോക്കൂ അതിനകത്ത് പാമ്പുണ്ടോന്ന്. എനിക്കിനി ജീവിക്കണ്ട, ഞാൻ സൂസൈഡ് ചെയ്യും. No, she is lying. മുത്തശ്ശ, she is lying. Get lost, you scoundrel. പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തശ്ശ, അവൻ എന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ. ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട് എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാം പണം. കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തശ്ശ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമില്. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചിട്ടോ? അതെ മുത്തശ്ശ, 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് തെറിച്ച് നടി റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ മുത്തശ്ശി എന്ന് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. ആ ചോര കൊണ്ടാണ് മുത്തശ്ശ മുത്തച്ഛന്റെ രവിയെ ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാവുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോന്ന്. ആമിയോടെ നിക്കണോ? ആമിയോടെ വന്നേ. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്, എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അതും കൂടി ചെയ്യില്ല.
നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണന്റെ ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഡെന്നിസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യുക എന്നുള്ളതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ഡെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തശ്ശ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? ഗായോടെ നിന്നേ. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്തുപോലെ ആയിരുന്നൊന്നും ഞാൻ നോക്കില്ല. പെടയാൻ വെച്ചേരും. സത്യം പറയേ. സത്യം ആമി. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് പാമ്പെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ണ്ടല്ലോ അടിക്കൊന്നും വേണ്ട. ആമി കമിയർ. മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. പിന്നെ ആ കോടതി പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പറയുന്നവർ ഇറങ്ങിപ്പോരുത്. അവിടെ നിന്ന് സംസാരിക്കാൻ പാടുള്ളോ? ഓക്കേ. ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് ഇവിടെ കെട്ടി തൂക്കിയിടണം. എടാ, നീ ആ ഡെന്നീസിനെ ഒന്ന് വിളിക്കേ. എനിക്ക് അവരോട് സോറി പറയണം. സോറി പറഞ്ഞാൽ മാത്രം പോരാ. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവനോട് കുറച്ചും കൂടി അടുപ്പം കാണിക്കണം. നിങ്ങളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് കേട്ടപ്പോ അവന്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. ആരും ഇല്ലല്ലോ അവന്. നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നത് വരെ എന്നെ പോലെ തന്നെ അവനെ കാണാൻ തയ്യാറാവണം. പ്ലീസ്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. പാവം കുട്ടി, നമ്മൾ അവന് വല്ലാതെ അവോയ്ഡ് ചെയ്തു ചില നേരത്തൊക്കെ. സോറി മാൻ, ഐ ഫീൽ റിയലി സോറി. മോനെ, അവക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാ. നോ ഹാർട്ട് ഫീലിംഗ്സ്. മുത്തശ്ശി, ഞാനിതെല്ലാം എത്രമാത്രം സന്തോഷത്തോടെയാണ് എൻജോയ് ചെയ്യുന്നതെന്നറിയോ? സ്നേഹിക്കാനും നോവിക്കാനും ആരും ഇല്ലാത്തവന് ഇതൊക്കെ ദൈവത്തിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. ഈ കുട്ടികളുടെ കൂടെ ഇടപഴകുമ്പോൾ അർഹിക്കുന്നതിലും അപ്പുറം സ്വാതന്ത്ര്യം എടുത്തു പോകുന്നുണ്ട് ഞാൻ. ഒരു ബ്രദറിന്റെ, അങ്കിളിന്റെ. ഈ സ്ഥാനങ്ങളെല്ലാം എനിക്ക് പുതിയതാണ്. അപ്പൊ ചില ചില്ലറ മിസ്റ്റേക്സ് എന്റെ കയ്യിൽ നിന്ന് വന്നാൽ ഇവരെന്നോട് ക്ഷമിക്കണം. ഇല്ല മോനെ, ഇനി രവിയെ പോലെ തന്നെ മോനും ഞങ്ങളുടെ കുട്ടിയാ. അങ്ങനെ എല്ലാരും കാണും. നന്ദി പറഞ്ഞാൽ അവിവേകമായി പോവും. എന്നാലും ഞങ്ങളുടെ രവിയുടെ ജീവൻ രക്ഷിച്ച ഡെന്നീസിനെ. രവിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള വഴികളിൽ ഇടതുഭാഗത്തെ വഴിയിലൂടെയാണ് അന്ന് നീ പോയിരുന്നെങ്കിൽ നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് എന്നെ നീ കാണുമായിരുന്നു. ഓ, അതൊക്കെ ദൈവനിശ്ചയല്ലേ രവി? യെസ്, ആത്മപ്രശംസ ചെയ്യാതെ എല്ലാം ദൈവത്തിന്റെ കഴിവായിട്ട് കാണുന്നത്. ദാറ്റ്സ് യുവർ ഗ്രേറ്റ്നസ് ഡെന്നീസ്. ഈ അഭിരാമി എന്താ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? അതാണ് അവക്കുള്ള ശിക്ഷ. വേണ്ട മുത്തശ്ശ, വിട്ടേക്ക് പാവത്തിന്. ഇങ്ങനെയുള്ള ചെറിയ പണിഷ്മെന്റ്സ് കൊടുക്കാതെ ശരിയാവില്ല ഡെന്നീസ്. അതാ ബാലമാമ നല്ല തല്ലുകൊടുത്ത് വളർത്താത്തിന്റെ. എന്തായാലും ഷീസ് ടിപ്പിക്കൽ. ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അഭിരാമിയുടേത്. അതിന് കാരണമുണ്ട് മിസ്റ്റർ ഡെന്നിസ്. എന്താണെന്നറിയോ, ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല ശരിക്കും. ഞാൻ അഡോപ്റ്റഡ് ആണ്. ആ കഥ അറിയില്ലല്ലേ? എന്റെ അച്ഛൻ എന്ന് പറയുന്ന മിസ്റ്റർ ബാലചന്ദ്രനും ഭാര്യ മാലിനിക്കും മാരേജ് കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടായില്ല. 3 വർഷം അവര് കാത്തു. പിന്നെ ഒരു ഓർഫനേജിൽ പോയി എന്നെ ദത്തെടുത്തിങ്ങ് പോന്നു. ഏത് നാട്ടിലുള്ള ഏത് കക്ഷികൾക്ക് ജനിച്ചാന്ന് ആർക്കറിയാ? കുഴപ്പക്കാരായിരിക്കും പാർട്ടീസ്, അത് ഷുവർ അല്ലേ? പക്ഷെ എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത്? വലുതാവുമ്പോ ഇവളൊരു തല്ലുകൊള്ളിയാവുന്ന അവർക്ക് മനസ്സിലായി കാണും ചിലപ്പോ. ആമി, എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? മതി. മുത്തച്ഛന് ആമി ഇഷ്ടമല്ലേ? എല്ലാവർക്കും മോളെ ഇഷ്ടമാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്നെ പലപ്പോഴും ഇഷ്ടമല്ല മുത്തച്ഛ. ചീത്ത കുട്ടി ആമി, മഹാ ചീത്ത. അങ്ങനെ ഒരു ദിവസം എല്ലാരെ കൊണ്ടും ആമി പറയിപ്പിക്കും. എന്നിട്ട് ഈ ചീത്ത കുട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും എന്റെ ഈ ഡിയർ കസിൻസിനെ എല്ലാരും വിട്ട് ഓടിപ്പോവും. അപ്പൊ ആരും വേദനിക്കില്ല. എല്ലാരും പറയും, നന്നായി പോട്ടെ അവളെന്ന്. എന്നെ സ്നേഹിക്കരുത്, സ്നേഹിക്കാൻ ഞാൻ കൊള്ളില്ല. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം.